ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നാം ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ള വേദപുസ്തകത്തിലെ ഏറ്റവും ആകർഷകമായതും പ്രസിദ്ധമായതുമായ സംഭവങ്ങളിലൊന്നാണ് നോഹയുടെ പെട്ടകത്തിന്റെ കഥ. പലരും അതിനെ ഒരു മഹാപ്രളയത്തിന്റെ ചരിത്ര സംഭവമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ആ കഥയിലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ മഹത്തായ പദ്ധതി അതിൽ മുൻകൂട്ടി വരച്ചുകാട്ടിയതായി നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ദൈവം ഒരേയൊരു പെട്ടകം നിർമ്മിക്കാൻ നോഹയോട് കൽപ്പിച്ചത്? എന്തുകൊണ്ടാണ് ആ വലിയ പെട്ടകത്തിന് ഒരു വാതിൽ മാത്രം ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം തന്നെ ആ വാതിൽ അടച്ചത്? ഇവ വെറും ചരിത്ര വിശദാംശങ്ങളാണോ അതോ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രവചന ചിത്രങ്ങളായിരുന്നുവോ? ഈ എപ്പിസോഡിൽ നോഹയുടെ കാലത്തിലെ പ്രളയത്തിൻ്റെയും പെട്ടകത്തിൻ്റെയും ഓരോ പ്രധാന സവിശേഷതയും അവ ക്രിസ്തുവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കാം. പഴയ നിയമത്തിലെ യേശുവിൻ്റെ ഈ അത്ഭുതകരമായ നിഴൽ എങ്ങനെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നുവെന്ന് നമുക്ക് കണ്ടെത്താം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ന്യായവിധിയും കൃപയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. നോഹയുടെ കാലത്ത് മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ വർദ്ധിച്ചു. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. ഇന്നും ലോകത്തിന്റെ അവസ്ഥ വ്യത്യസ്തമല്ല. അങ്ങനെ മനുഷ്യരുടെ പാപം പെരുകിയപ്പോൾ ദൈവം പ്രളയത്തിലൂടെ ലോകത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഉൽപ്പത്തി 6 5-13 വചനങ്ങൾ വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. എന്നാൽ ആ ഭീകരമായ ന്യായവിധിക്കിടയിലും ദൈവം നോഹയ്ക്ക് ഒരു വഴിയൊരുക്കി. അതാണ് നോഹയുടെ പെട്ടകം. ഇത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയുടെ വ്യക്തമായ നിഴലായിരുന്നു. ലോകത്തിൻ്റെ പാപത്തിന്മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ നമ്മെ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം തന്ന കൃപയുടെ പെട്ടകമാണ് ക്രിസ്തു. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നോഹ പെട്ടകം നിർമ്മിക്കുവാൻ തുടങ്ങി. ഉൽപ്പത്തി 6 14. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിനകത്ത് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കേണം. തുടർന്നുള്ള വചനങ്ങളിൽ പെട്ടക നിർമ്മാണത്തിനാവശ്യമായ എല്ലാ വിശദാംശങ്ങളും നോഹയ്ക്ക് ദൈവം നൽകുന്നതായി കാണുവാൻ കഴിയും. ദൈവം നോഹയോട് ചെയ്യുവാൻ കൽപ്പിച്ചതൊക്കെയും ചോദ്യം ചെയ്യാതെ നോഹ അനുസരിച്ചു. പെട്ടക നിർമ്മാണം നോഹയുടെ ആശയമല്ലായിരുന്നു, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതുപോലെ രക്ഷയും മനുഷ്യന്റെ മതപരമായ കണ്ടുപിടുത്തമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം സൗജന്യമായി തന്ന കൃപയാണ് രക്ഷ. റോമർ 3:24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ നിഴലായിരുന്ന മോശയുടെ കാലത്തിലെ പിച്ചള സർപ്പത്തെ നോക്കിയവർ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ക്രിസ്തുവിന്റെ മറ്റൊരു നിഴലായ പെട്ടകത്തിൽ കയറിയവർ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഇത് യേശു തന്നെ പറയുന്നത് കേൾക്കാം. യോഹന്നാൻ 3:14-15 വചനങ്ങൾ വായിക്കാം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പിച്ചള സർപ്പത്തെ നോക്കിയവർക്കും പെട്ടകത്തിൽ കയറിയവർക്കും പുതിയ നിയമം ഒരു പൊതുവായ വിശേഷണം നൽകുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. പെട്ടകത്തിന് പുറത്തുള്ളവർ നല്ലവരായാലും സമ്പന്നരായാലും എത്ര നല്ല നീന്തൽക്കാരായാലും അവർ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ല. രക്ഷ ലഭിച്ചത് പെട്ടകത്തിനുള്ളിലേക്ക് പ്രവേശിച്ചവർക്ക് മാത്രം. നോഹയ്ക്ക് ദൈവം ഒരേയൊരു മാർഗം നൽകി. ദൈവം ഒന്നിൽ കൂടുതൽ പെട്ടകങ്ങളെ ഉണ്ടാക്കുവാൻ പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെടുവാൻ ഇന്നും ദൈവം നൽകിയ ഏക രക്ഷാമാർഗം ക്രിസ്തു മാത്രമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 4 വായിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. നോഹയുടെ പെട്ടകത്തിലേക്ക് വീണ്ടും പോകാം.
ഉൽപ്പത്തി 6:16. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കേണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കേണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വയ്ക്കേണം. ഇത്രയും വലിയൊരു പെട്ടകം ദൈവം നോഹയോട് നിർമ്മിക്കുവാൻ കൽപ്പിച്ചപ്പോൾ അതിന് ഒരു വാതിൽ മാത്രമേ പണിയുവാൻ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവം ഒറ്റ വാതിലുള്ള പെട്ടകം നിർമ്മിക്കുവാൻ നോഹയോട് കൽപ്പിച്ചത്? വാതിലിനെക്കുറിച്ച് യേശു പറയുന്നത് കൂടി കേൾക്കാം. യോഹന്നാൻ 10:9. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. തന്നിലൂടെ ആരെങ്കിലും കടന്നാൽ അവർ രക്ഷിക്കപ്പെടും എന്ന് ഇവിടെ യേശു പറയുന്നു. നോഹയുടെ പെട്ടകത്തിലും ആ ഒരൊറ്റ വാതിലിലൂടെ അല്ലാതെ പെട്ടകത്തിനകത്ത് കടക്കുവാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. പെട്ടകത്തിൽ കയറിയവർ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ഇന്ന് ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മുടെ വ്യക്തിപരമായ കഴിവുകൊണ്ടോ വഴിപാടുകളും നേർച്ചകളും നടത്തിയതുകൊണ്ടോ നാം രക്ഷിക്കപ്പെടുന്നില്ല. മറിച്ച് ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്തായിരിക്കുന്നവർ രക്ഷിക്കപ്പെടും. പെട്ടകവും യേശുവും തമ്മിലുള്ള മറ്റൊരു ബന്ധം കൂടി നോക്കാം. പെട്ടകത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ദൈവം നോഹയോട് ഇങ്ങനെ കൽപ്പിച്ചു. ഉൽപ്പത്തി 7:1. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. മലയാള പരിഭാഷയിൽ മാത്രമാണ് കടക്ക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെല്ലാ പരിഭാഷകളിലും വരുവിൻ എന്നാണ് ദൈവം നോഹയോടും കുടുംബത്തോടും കൽപ്പിച്ചത്. യേശുവും ഒരിക്കൽ സമാനമായ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളോരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ 2 വരിക എന്ന ക്ഷണങ്ങൾ തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ട്. ദൈവം നോഹയോട് വരിക എന്നാണ് പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുവും നമ്മോട് പറയുന്നു, എന്റെ അടുക്കൽ വരുവിൻ. 2 ക്ഷണങ്ങളും ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. രണ്ടിടത്തും ദൈവം മനുഷ്യനെ തന്റെ അടുക്കലേക്ക് വിളിക്കുന്നു. രക്ഷയുടെ തുടക്കം മനുഷ്യന്റെ ശ്രമമല്ല, ദൈവത്തിന്റെ ക്ഷണമാണ്. നോഹയുടെ കാലം 2 വിഭാഗം ആളുകളെ നമുക്ക് കാണിച്ചു തരുന്നു. ഒരു കൂട്ടർ ദൈവത്തിന്റെ വാക്കുകേട്ട് പെട്ടകത്തിനകത്ത് കയറിയവർ. മറ്റൊരു കൂട്ടർ ദൈവത്തിന്റെ വാക്കുകളെ നിരസിച്ച് അവഗണിച്ച് പെട്ടകത്തിൽ കടക്കാതെ ലോകകാര്യങ്ങളിൽ മുഴുകി പ്രളയത്തിൽ നശിച്ചുപോയവർ. ക്രിസ്തുവാകുന്ന പെട്ടകത്തിന് അകത്തുള്ളവർ നിത്യജീവനിലേക്കും പുറത്തുള്ളവർ നിത്യശിക്ഷാവിധിയിലും അകപ്പെടുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി വായിക്കാം. ഉൽപ്പത്തി 7:16. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് പെട്ടക നിർമ്മാതാവായ നോഹയല്ലായിരുന്നു. വാതിൽ അടച്ച് ഭദ്രമാക്കിയത് ദൈവമായിരുന്നു. അതിനർത്ഥം ആ പെട്ടകത്തിൽ കയറിയവർ പൂർണ്ണ സുരക്ഷിതരായിരുന്നുവെന്നാണ്. അവർ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടു. അതായത് ന്യായവിധിയിൽ നിന്നും രക്ഷ ലഭിച്ചത് പെട്ടകത്തിനുള്ളിൽ ആയിരുന്നവർക്ക് മാത്രം. രക്ഷ തേടി തന്നിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് യേശു പറയുന്നത് നോക്കാം. യോഹന്നാൻ 10:28. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. അതായത് ദൈവം ക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷ നോഹയുടെ പെട്ടകത്തെപ്പോലെ തന്നെ സുരക്ഷിതമാണ്. ദൈവത്തിന്റെ ന്യായവിധി ഏറ്റുവാങ്ങിയത് പെട്ടകമായിരുന്നു. പ്രളയജലം പെട്ടകത്തിലായിരുന്നവരെ സ്പർശിച്ചില്ല. ആഘാതം ഏറ്റുവാങ്ങിയത് പെട്ടകമായിരുന്നു. അതുപോലെ നാം അനുഭവിക്കേണ്ട ശിക്ഷാവിധി ക്രൂശിൽ ക്രിസ്തു ഏറ്റെടുത്തു. യെശയ്യാ 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതിനാലാണ് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പൗലോസ് വെളിപ്പെടുത്തിയത്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നോഹയുടെ കാലത്തിൽ ന്യായവിധി വന്നതുപോലെ ഈ ലോകത്തിനും
ഒരു അന്തിമ ന്യായവിധി വരുമെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുവാൻ ഒരു പ്രത്യേക ദിവസം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ഈ ന്യായവിധിക്കായി ദൈവം ഒരു പുരുഷനെയും നിയമിച്ചിരിക്കുന്നു. ഇവിടെ പുരുഷന്റെ പേര് എടുത്തു പറയുന്നില്ലെങ്കിലും അത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പൗലോസ് പറയുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ ഈ അന്തിമ ന്യായവിധി ഉറപ്പായും നടക്കുമെന്നതിൻ്റെ വലിയ ഉറപ്പ് ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നു. ജലപ്രളയമാകുന്ന ന്യായവിധിയുടെ വെള്ളത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗം പെട്ടകത്തിൽ കയറുക എന്നതായിരുന്നു. വരുവാനുള്ള നിത്യനാശത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗമാണ് ഇന്ന് ക്രിസ്തു. ഇത് യേശു തന്നെ പറയുന്നത് നോക്കാം. മത്തായി 24:39. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. മത്തായി എഴുതിയ ഈ അധ്യായത്തിൽ ന്യായവിധിയെക്കുറിച്ചും തന്റെ വരവിനെക്കുറിച്ചും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചും യേശു സംസാരിക്കുന്നത് കാണാം. നോഹയുടെ കാലത്ത് പ്രളയം വരും എന്ന ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ അവർ നിസ്സാരമായി കണ്ടു. പ്രളയം എങ്ങനെയാണോ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നോഹയുടെ കാലത്ത് വന്നതുപോലെയായിരിക്കും ന്യായാധിപനായ ക്രിസ്തുവിന്റെ വരവും. അതിനാൽ വരുവാനിരിക്കുന്ന ന്യായവിധിക്ക് മുമ്പേ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ താമസിപ്പിക്കരുത് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. നോഹയുടെ കാലത്ത് ജനം മോശം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല നശിച്ചുപോയത്, ദൈവം നൽകിയ രക്ഷയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ടുകൂടിയായിരുന്നു. പെട്ടകത്തിന്റെ വാതിൽ തുറന്നുകിടന്നപ്പോൾ അവർ അകത്ത് കയറിയില്ല. പ്രളയം വന്നപ്പോഴേക്കും അവരുടെ സമയം അവസാനിച്ചിരുന്നു. ഇന്നും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വാതിൽ നമുക്കായി തുറന്നിരിക്കുകയാണ്. അതിൽ കൂടി കയർന്നവർ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ നിത്യജീവൻ സ്വന്തമാക്കും. നോഹയുടെ കാലത്ത് രക്ഷ ലഭിച്ചത് പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചവർക്കായിരുന്നു. അതുപോലെ ഇന്ന് രക്ഷ ലഭിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിൽ അഭയം പ്രാപിക്കുന്നവർക്ക് മാത്രമാണ്. നോഹയുടെ കാലത്ത് ഒരു പെട്ടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും രക്ഷയുടെ ഏകമാർഗം യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പാപം നിമിത്തം വഴിവിട്ടുപോയ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് മടങ്ങിവരുവാനുള്ള ഏക വഴി ഇന്ന് യേശുക്രിസ്തു മാത്രമാണ്. അവസാനമായി പത്രോസ് പറഞ്ഞ ഒരു വചനത്തിൽ അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം-അധ്യായത്തിന്റെ 12 വായിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല.